ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. തേങ്ങയില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ചോറിന് മാത്രമല്ല പലഹാരങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ കറി അടിപൊളിയാണ്. ഈ ഒരു കറിയെ നമ്മളിവിടെ പറയാറുള്ളത് വറ്റിച്ചത് എന്നാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത് പീച്ചിങ്ങയാണ് കേട്ടോ. നമ്മളിവിടെ ഈ വെജിറ്റബിളിന് പീച്ചിങ്ങ എന്നാണ് പറയാറുള്ളത്. നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും പേരാണ് പറയാറുള്ളത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കറി നമ്മൾ ഉണ്ടാക്കിയാൽ ഉപ്പേരിയോ വേറൊന്നും ഇല്ലാതെ തന്നെ ചോറ് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ. ചോറിന് മാത്രമല്ല ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തിയോ ഏതിന്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കുന്ന കറി ബെസ്റ്റ് ആണ്. അതും ഉണ്ടാക്കാൻ അത്രയും എളുപ്പം. അപ്പൊ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇന്ന് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പീച്ചിങ്ങയാണ് കേട്ടോ. ഒരു പീച്ചിങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കറി 3-4 പേർക്ക് ഒരു നേരത്തിന് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവാറുണ്ട്. ആദ്യം തന്നെ പീച്ചിങ്ങയുടെ തോല് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി അതിനെ നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 2-3 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചെറിയൊരു തക്കാളിയും ചെറിയൊരു വലിയുള്ളിയും എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് നമ്മളിപ്പോൾ ഒരെണ്ണമാണ് ആഡ് ചെയ്യുന്നത്. എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റിയിലും ചേഞ്ചസ് വരുത്താം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തിട്ട് അടച്ചു വെക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും തന്നെ നമുക്ക് ഇതിനായിട്ടുള്ളൊരു അരപ്പ് കൂടെ റെഡിയാക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ വലിപ്പത്തിലുള്ള ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം തന്നെ എടുക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും എരിവിനുള്ള ക്വാണ്ടിറ്റിയിൽ മുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അരപ്പിനെ കൂടെ പീച്ചിങ്ങയുടെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പീച്ചിങ്ങയ്ക്ക് ചെറിയ രീതിയിലൊരു കയ്പുണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിപ്പോൾ വളരെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പീച്ചിങ്ങയും തക്കാളിയും ഉള്ളിയും നമ്മളിപ്പോൾ അരച്ചെടുത്ത അരപ്പും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നല്ല രീതിയിൽ തിളച്ച് ആവശ്യത്തിന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റിലുള്ള കറി റെഡി. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.